എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണത്തിൽ പ്രധാനം ഓണക്കോടി, പൂക്കളം, ഓണസദ്യ. സദ്യയിൽ പ്രധാനി പ്രഥമൻ. അപ്പൊ നമുക്കിന്നിവിടെ ഒരു പരിപ്പ് പ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് വളരെ എളുപ്പമാണേ, നമുക്കൊരു കുക്കറിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതെങ്ങനെയാണെന്ന് കാണാം. അതിന് വേണ്ട സാധനങ്ങൾ: ചെറുപയർ പരിപ്പ്, ശർക്കര, തേങ്ങ, പിന്നെ ഒരു പകുതി കൊപ്ര. ആദ്യം തന്നെ നമ്മൾ കുക്കർ ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിൽ കൊപ്ര ചെറുതായി അരിഞ്ഞ് നന്നായിട്ട് വറുത്തെടുക്കുക. അതിനുശേഷം ആ നെയ്യിൽ തന്നെ കുറച്ച് കശുവണ്ടിപ്പരിപ്പും വറുത്തെടുക്കുക. ഇത് രണ്ടും നമ്മൾ പായസത്തിൽ അവസാനമാണ് ചേർക്കേണ്ടത്. നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതുകൊണ്ട് ആ കുക്കർ ആദ്യം ചൂടാകുമ്പോൾ തന്നെ അതിൽ വറുത്തെടുത്തതാണ്. ഇനി ആ നെയ്യിലേക്ക് നമ്മൾ കുറച്ച് പരിപ്പ്, ഞാനിവിടെ ഒരു 1/4 കിലോ പരിപ്പ് എടുത്തിട്ടുണ്ട്. ആ പരിപ്പ് നമ്മൾ കഴുകി ഉടനെ വെള്ളം ഊറ്റിക്കളയണം കേട്ടോ, പരിപ്പ് കുതിരരുത്. എന്നിട്ട് ഈ പരിപ്പ് നന്നായി കുക്കറിലിട്ട് ആ നെയ്യിൽ ഒരു 5 മിനിറ്റ് നമ്മൾ വറുക്കുക. അത് വറുത്തതിന് ശേഷം അതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് പരിപ്പ് നന്നായിട്ട് വേവിക്കുക. ഏകദേശം ഒരു 3 വിസിൽ വരുന്നത് വരെ ഞാനിന്നിവിടെ പരിപ്പ് വേവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ട് ആ പരിപ്പ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ആവശ്യമുള്ള മറ്റു സാധനങ്ങൾ, തേങ്ങാപ്പാൽ, ശർക്കരപ്പാനി, ഇതൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ 1 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 1 തേങ്ങ എടുത്ത് അതിൽ നിന്ന് ഒരു 2 കപ്പ് ഒന്നാം പാലും പിന്നെ ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് വീണ്ടും അതിലരച്ച് ഒരു 3 കപ്പ് രണ്ടാം പാലും എടുത്തു വെക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അളവ് 1/4 കിലോ പരിപ്പ്, 1 തേങ്ങ, പിന്നെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ശർക്കരയാണ്. ആ ശർക്കരയിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉരുക്കി, ശർക്കര ഒന്ന് പൊടിച്ചിട്ട് ഇട്ടതാണ്, അത് നന്നായിട്ട് ഉരുകിയതിന് ശേഷം അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിന് സമയം കൊണ്ട് നമ്മളുടെ കുക്കറിൽ പരിപ്പും വെന്ത് റെഡി ആയിട്ടുണ്ടാവും. നമ്മളുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. 2 കപ്പ് ശർക്കരപ്പാനി, 2 കപ്പ് ഒന്നാം പാൽ, 3 കപ്പ് രണ്ടാം പാൽ, എല്ലാം റെഡി. ഇനി നമുക്കൊന്ന് കുക്കർ തുറന്നു നോക്കാം. പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു തവി വെച്ച് നന്നായിട്ട് ഉടയ്ക്കുക. ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി അത് അടുപ്പിൽ വെച്ച് നമ്മളിത് ശർക്കരപ്പാനിയുമായിട്ട് യോജിപ്പിക്കാം. ശർക്കരപ്പാനി കുറേശ്ശെ ഒഴിച്ച് പരിപ്പ് നന്നായിട്ട് ഇളക്കി കട്ടകളൊക്കെ ഉടയ്ക്കുക. കുറേശ്ശെ ഒഴിച്ചൊഴിച്ച് ഈ കട്ടകളൊക്കെ ഉടഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പാനിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വരട്ടിയെടുക്കാം. പിന്നെ നിങ്ങളിത് കുറച്ച് അളവിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ കുക്കറിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് നമ്മൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുമ്പോൾ ആ കുക്കറിൽ തന്നെ പരിപ്പുടച്ച് ഇതുപോലെ അതിലേക്ക് ചെയ്താൽ മതി. ഇതിപ്പോ എനിക്കിവിടെ പരിപ്പും കുറച്ചധികം ഉണ്ടായിരുന്നു, എന്റെ കുക്കറും ചെറുതായിരുന്നു. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്ന ഈ അളവിൽ നമുക്ക് 20 പേർക്ക് സദ്യ വിളമ്പാം. എല്ലാ ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് തിളക്കണം. അതിനുശേഷം നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം. രണ്ടാം പാൽ ഒഴിച്ച് അത് ഇളക്കിക്കൊണ്ടിരിക്കുക, ഒന്ന് കുറുകി വരണം. ഏകദേശം ഒരു 15 മിനിറ്റ് എടുക്കും. 15 മിനിറ്റ് കൊണ്ട് ആ പാലും കുറുകിയതിനു ശേഷം നമ്മൾ അതിലേക്ക് ഒന്നാം പാൽ ചേർക്കാം. ഒന്നാം പാൽ ചേർത്ത് നന്നായിട്ട് തിളച്ച് ഒരു കുറച്ച് നേരം ഇളക്കിയാൽ മതി. അപ്പോഴേക്കും അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് ഒരു 1/2 സ്പൂൺ ജീരകം പൊടിച്ചതും പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ കശുവണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത് ഇടാം. അതിന് മുകളിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിക്കുക. അങ്ങനെ നമ്മളുടെ പായസം റെഡി. പിന്നെ ഈ പായസം കഴിക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്, അറിയാലോ. നമ്മൾ ഇലയിൽ ഊണൊക്കെ കഴിച്ച് അവസാനം ഒരു പപ്പടം എടുത്ത് അത് നന്നായിട്ട് കൈകൊണ്ട് പൊടിക്കുക. അതിലേക്ക് പായസം ഒഴിക്കുക. ആ പായസത്തിന്റെ കൂടെ ഒരു പഴവും എടുത്ത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച്, അങ്ങനെ പപ്പടവും പഴവും കൂട്ടി പായസം നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് കഴിച്ചാൽ നമ്മുടെ സദ്യ ഗംഭീരം. എല്ലാവർക്കും ചുമ്മാ ഒരു മിനി ചാനലിന്റെ വക ഓണാശംസകൾ.